കുട്ടിക്രിക്കറ്റിൻ്റെ ആവേശത്തിലാണ് കോട്ടയവും മണർകാടും. ഏപ്രിൽ 18-19 തീയതികളിൽ മണർകാട്ടുള്ള സെൻറ്റ് മേരീസ് കത്തീഡ്രലിൻ്റെ ഗ്രൗണ്ടിലാണ് ഈ ഒരു IPL പാർക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നമ്മൾ ഈ ഒരു IPL പാർക്കിലാണ് നിൽക്കുന്നത്. എന്തായാലും നമ്മൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഇതിൻ്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ പ്രധാന കവാടത്തിന് മുമ്പിലാണ്. എന്തായാലും ഈ ഒരു ഭാഗത്തൂടെ നമ്മൾ അകത്തേക്ക് കടന്നാൽ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ ഈ ഒരു IPL ഫാൻ പാർക്കിലെ ആവേശ കാഴ്ചകൾ എത്രത്തോളം ഉണ്ടെന്ന് നമുക്കൊന്ന് കാണാം. നമ്മുടെ കേരളത്തിലെ IPLൻ്റെ ഫാൻ പാർക്ക് എന്നാണ് ഇതിന് പറയുന്നത്. അതായത് IPLൻ്റെ പ്രൊമോഷന് വേണ്ടി BCCI ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അത് കേരളത്തിലെ ഏതാണ്ട് 3ാമത്തെ ടൈമിനാണ് വരുന്നത്. ബാക്കി കൊച്ചി, പാലക്കാടാണ് ചെയ്തേക്കുന്നത്. ഇത് കോട്ടയത്ത് ആദ്യമായിട്ടാണ് വരുന്നത്. കോട്ടയത്തിലെ ക്രിക്കറ്റ് പ്രേമികൾക്ക് വേണ്ടി ചാണ്ടി ഉമ്മൻ്റെ ഡയറക്ഷനിൽ കൊണ്ടുവന്നേക്കുന്നതാണ്. ഇവിടുത്തെ ടിക്കറ്റ് ഫ്രീ ആണ്. ആൾക്കാർക്ക് വന്ന് ഫ്രീ ആയിട്ട് കാണാനും കുറേ ഫുഡ് കോർട്ടും ഗെയിമും ഒക്കെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ജിയോ ആണ് ഇതിൻ്റെ ബാക്കിൻ്റെ സപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പം ഇവിടുത്തെ കോട്ടയത്തിലെ ക്രിക്കറ്റ് പ്രേമികൾക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞ് കൂടുതൽ അവർ ഒരു ഗ്രൗണ്ടിൽ കാണുന്ന എക്സ്പീരിയൻസ് നമ്മുടെ ഇവിടെ കോട്ടയത്ത് നമ്മുടെ ക്രിക്കറ്റ് പ്രേമികൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്യുന്നു. ഇതിപ്പോൾ എത്രത്തോളം ആളുകൾക്കായിരിക്കും ഇവിടെ എത്താനൊരു? നമ്മൾ അറൗണ്ട് 10,000 പീപ്പിൾസ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എത്ര വന്നാലും നമുക്ക് ഗ്രൗണ്ട് അത്ര ഇതുണ്ട്. മറ്റെന്തെങ്കിലും സുരക്ഷാ ക്രമീകരണങ്ങൾ അങ്ങനെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അവരുടെ ക്രമീകരണങ്ങളൊക്കെ നടന്നു വരികയാണ്. ഫൈനൽ ഇതിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. വേറെ സുരക്ഷയെല്ലാം പക്കായിട്ടാണ് പോകുന്നത്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇല്ല. അപ്പോൾ നമ്മൾ വരുന്നവർക്ക് എന്തെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. പാർക്കിംഗ് ആണ് നമുക്ക് ഉള്ളത്. ചെറിയ പാർക്കിംഗ് ചിലപ്പോൾ ഇവിടെ കിട്ടിയെന്ന് വരികയില്ല, അടുത്ത ഗ്രൗണ്ടിൽ ചെയ്യേണ്ടി വരും. അപ്പം കുറച്ച് നടക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവർക്കും വന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. 4 മത്സരങ്ങൾ വെച്ച് 8 മത്സരമുണ്ട്. 10 ടീമിൽ 8 മത്സരം ഇവിടെ ഉണ്ട്. ഇത് എത്ര മണി മുതലായിരിക്കും? 3:30 തന്നെ സ്റ്റാർട്ട് ചെയ്യും. 3:30 തന്നെ. മറ്റേ നമുക്ക് ഫീസും കാര്യങ്ങളൊന്നും ഒന്നുമില്ല. എല്ലാവർക്കും ഫ്രീയാണ്. വന്നു കഴിഞ്ഞാൽ ഗെയിംസും മറ്റു കാര്യങ്ങളൊക്കെ മറ്റേ പിള്ളേർക്ക് ഗെയിംസ് ഉണ്ട്. ഫുഡ് അവർ ക്രമീകരിക്കുന്നുണ്ട്. അത് എക്സ്പീരിയൻസ് ചെയ്യാം. എല്ലാം നന്നായിട്ട്. എത്രത്തോളം ആവേശത്തിലാണ്? നമുക്ക് നാളെ വരണം. ഭയങ്കര ഒരു ആവേശത്തിൽ ഇരിക്കുക. അതിന് നമ്മുടെ മണർകാട് പള്ളിയെ അടുത്ത് തൊട്ട് ഇവിടെ വരുന്നത് നമുക്ക് ഒരു വലിയ സന്തോഷമാണ്. കോട്ടയം ജില്ലക്കാരിലുള്ളവർക്കും നമ്മുടെ മണർകാട് പള്ളിയിൽ നിന്ന് കേൾക്കുമ്പം എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട്. ഇവിടെ തൊട്ടടുത്ത് അവരുടെ ഗ്രൗണ്ടിൽ വരുമ്പം നമുക്ക് ഒരു ആവശ്യമായിട്ട് നമുക്ക് നല്ല ഒരു ബഹുമാനത്തോട് പറയാം. നാളെ കളി കാണാൻ വരും. പിന്നെ ഏത് ടീമിൻ്റെ ഫാനാണ്? നമുക്ക് ഇങ്ങനെ എല്ലാ ടീമും നമ്മുടെ ഇതില്ലേ, നമ്മുടെ രാജ്യത്തിലുള്ളല്ലേ. അതുകൊണ്ട് എല്ലാ ടീമും വരുമ്പോൾ നമുക്ക് നല്ല വലിയ സന്തോഷമാണ്. അതെ. ഈ ആവേശത്തെ പറ്റി പറയുമ്പോൾ ഞങ്ങൾക്ക് മണർകാട് പള്ളിയുടെ പെരുന്നാൾ എങ്ങനെയാണോ അതുപോലെയാണ് ഈ മണർകാട് ഏരിയയിൽ ഫസ്റ്റ് വട്ടം എല്ലാവരും ആരുടെ ശ്രമം കൊണ്ടായി നടന്ന് ഞങ്ങൾക്ക് അറിയില്ല. എങ്കിലും ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. അതെന്താണ് പറയാൻ ഞങ്ങൾക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ഐ ആം എ ആർമി ഓഫീസർ സർവിങ് പേഴ്സൺ. ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. നിങ്ങൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു സംഭവം തുടങ്ങാൻ? എന്തൊരു തുടക്കം മാത്രമായിരിക്കാം. ടു ബി കണ്ടിന്യൂ. ഇതായിരിക്കും എനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ മണർകാടിനെ പറ്റി. ആദ്യമായിട്ടാണ് നിങ്ങൾ നോക്കൂ, മണർകാട് ഈ കോട്ടയം ജില്ലയിൽ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ആദ്യമായിട്ടായിരിക്കും മണർകാട് കരയില്ല. അതായത് മണർകാട് നിവാസിയായി എനിക്കൊരു അവസരം കിട്ടിയിരിക്കുകയാണ്. ഈ ലൊക്കേഷൻ കാണാൻ ഞാൻ 2 മാസം ലീവിന് വന്നേക്കുന്ന വ്യക്തിയാണ്. പക്ഷേ വളരെ ഹാപ്പിയാണ്. അൺഫോർച്ചുനേറ്റ്ലി തീർച്ചയായും അത് കാണാൻ വേണ്ടിയാണ് ഞാൻ എവിടം വരെയായി ഇതിൻ്റെ കണ്ടിന്യൂറ്റി കാണാൻ വേണ്ടി മാത്രം വന്നതാണ്. ഭയങ്കര ഹാപ്പി. ഓൾവേസ് ഹാപ്പി.